നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ PR ലൈബ്രറിയുടെ നേതൃത്വത്തിൽ MP വീരേന്ദ്രകുമാർ സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. ഗ്രന്ഥകാരൻ രാജൻ ചെറുകാട് ഉദ്ഘാടനം നിർവഹിച്ചു. വായനാ ചലഞ്ച് വിജയികൾക്കുള്ള സമ്മാനദാനം PK പ്രവീൺ MLA നിർവഹിച്ചു. പാനൂർ PR ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വീരേന്ദ്രകുമാർ സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. പാനൂർ KKVM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രന്ഥകാരനും മാധ്യമപ്രവർത്തകനുമായ രാജൻ ചെറുകാട് ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമിയിൽ പത്രപ്രവർത്തകനായി ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ള എഴുത്തു പരീക്ഷ എഴുതിയതിന് ശേഷമുള്ള ഇന്റർവ്യൂവിലാണ് ഞാൻ അടുത്ത് ശ്രീ വീരേന്ദ്രകുമാറിനെ കാണുന്നത്. അതിനു മുമ്പ് കലാലയ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആദരവോടെ ദൂരെ നിന്ന് നോക്കി നിന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം ചില ചോദ്യങ്ങളൊക്കെ ജേർണലിസ്റ്റ് ട്രെയിനിയായിട്ട് വരുന്ന ആളോട് ചോദിക്കുന്ന സ്വാഭാവികമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അതിനുശേഷം ഓരോ ദിവസവും മാതൃഭൂമിയിൽ ജോലിയിൽ ചേർന്ന് 33 വർഷം ഞാൻ അവിടെയായിരുന്നു. ഒരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുള്ളത്, കഴിഞ്ഞ വർഷം അതായത് 2025 മെയ് 30-നാണ് ഞാൻ മാതൃഭൂമിയിൽ നിന്ന് അസിസ്റ്റന്റ് എഡിറ്റർ പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്തത്. ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഗ്രന്ഥാലയം പ്രസിഡന്റ് KP മോഹൻ MLA അധ്യക്ഷത വഹിച്ചു. PR ലൈബ്രറി നടത്തിയ വായനാ ചാലഞ്ചിൽ മത്സര വിജയിക്കുള്ള സമ്മാനദാനം PK പ്രവീൺ MLA നിർവഹിച്ചു. പാലക്കാട് സബ് എഡിറ്ററായിട്ടും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ കേരള സംസ്ഥാനത്തും പുറത്തും എപ്പോഴും ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളായിരുന്നു. ISRO കുറിച്ചും രാജൻ കൊലക്കേസിനെ കുറിച്ചുമുള്ള ഗ്രന്ഥങ്ങൾ. അങ്ങനെ എല്ലാത്തിലും തൻ്റെതായ പ്രവർത്തനങ്ങൾ എഴുത്തുകളിൽ കാണിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ചർച്ച ചെയ്യപ്പെട്ട പല ഗ്രന്ഥങ്ങളുടെ വക്താവാണ് ശ്രീ രാജൻ ചെറുകാട്. രാജമാഷെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബാലസാഹിത്യ അവാർഡും സംസ്ഥാനത്ത് എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ് രാജമാസ്റ്റർ. രാജേന്ദ്രേട്ടനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം വീരേന്ദ്രകുമാറിന്റെ പുസ്തകങ്ങളെ കുറിച്ചുള്ള അവലോകനം രാജു കാട്ടുപുരം, രാജേന്ദ്രൻ തായാട്ട്, ജയപ്രകാശ് പാനൂർ എന്നിവർ നടത്തി. വ്യക്തിത്വത്തിനെ ഓർമ്മിക്കുന്ന, അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ നമുക്കറിയാം, കേരളം കണ്ടിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള എഴുത്തുകാരൻ, 24ഓളം പുസ്തകങ്ങളുടെ രചയിതാവ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ച് തന്നെ വായിച്ചിട്ടുള്ളതൊക്കെ വേറെ ഒരു 5-6 പുസ്തകങ്ങൾ മാത്രമേ ഞാൻ അദ്ദേഹത്തിന്റെ വായിച്ചിട്ടുള്ളൂ. വായനാ ചാലഞ്ച് പ്രോത്സാഹന സമ്മാന വിതരണം ലൈബ്രറി കൗൺസിൽ പാനൂർ മേഖലാ പ്രസിഡന്റ് K ഹരിദാസ് നിർവഹിച്ചു. KP രമേശ് ബാബു വായനാ ചാലഞ്ച് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി ജയചന്ദ്രൻ കരിയാട് സ്വാഗതവും കരുവാക്കണ്ടി വാളൻ നന്ദിയും പറഞ്ഞു. 20 മുതലാണ് നമ്മൾ കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചത്. 10ഓളം പരിപാടികളാണ് നിർദ്ദേശിക്കപ്പെട്ടത്. ആ പരിപാടികളെല്ലാം നടത്തി. അതിൻ്റെ വായിക്കാം. സമഗ്ര ന്യൂസ് പാനൂർ.